إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൽപ്പെടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, അവസാന ശ്വാസം വരെ പിടിച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ കാലഘട്ടം മനുഷ്യനേറെ പുരോഗമിച്ച ഒരു കാലഘട്ടമാണ്. ഭൗതികമായി ഒരുപാട് പുരോഗതികൾ മനുഷ്യൻ നേടിയിട്ടുണ്ട്. ഈ പുരോഗതി കാരണം മനുഷ്യ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ മനുഷ്യർക്കുണ്ട്. മനുഷ്യന്റെ ജോലിഭാരം കുറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് യന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു അല്പം അഹങ്കാരം, ഇനി മതമൊന്നും വേണ്ട, മതമൊക്കെ നമ്മുടെ സുഖലോലുപമായ ജീവിതത്തിന് തടസ്സമാണ്, ജീവിതം കഴിയുന്നത്ര നമുക്ക് ആസ്വദിക്കാം, അങ്ങനെ പോയി മതത്തെ ഉപേക്ഷിച്ച് അവർ നിർമ്മതവാദികളും നിരീശ്വരവാദികളും അങ്ങനെ മതവിരോധികളുമായി അവർ മാറി. അവരുടെ ചർച്ചാ വിഷയം മുഴുവനും ഈ ലോകത്ത് എങ്ങനെ കൂടുതൽ സുഖങ്ങൾ അനുഭവിക്കാം, നല്ല നല്ല ഭക്ഷണങ്ങളെക്കുറിച്ച്, മുന്തിയ വാഹനങ്ങളെക്കുറിച്ച്, അതുമല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് ജീവിതത്തിൽ ആസ്വാദനം എന്ന് പറയുന്നത് എല്ലാം മറക്കലാണ് അവർക്ക്. അതിലേത് മയക്കുമരുന്നാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക, അങ്ങനെ മയക്കുമരുന്നുകളെ കുറിച്ച്, അങ്ങനെയുള്ള സുഖലോലുകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹം. അങ്ങനെ ഭൗതികതയെ അങ്ങോളം പോയി അവസാനം കുറെ ആളുകൾക്ക് ഇത് മടുത്തു, ഭൗതികതയിൽ മനം മടുത്തു. ഇവിടെ കിട്ടാവുന്നതൊക്കെ കഴിയുന്നത്ര ആസ്വദിച്ചു കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, സ്ലീപ്പിംഗ് പിൽസ്, ഉറക്കഗുളിക കുടിക്കണം, അങ്ങനത്തെ ടെൻഷൻ തന്നെ എപ്പോഴും. എത്ര പണം വേണോ അതുണ്ട്, എന്ത് സൗകര്യം വേണോ അതുണ്ട്, പക്ഷെ സ്വസ്ഥതയില്ല. അങ്ങനെ അവസാനം അവർ ആത്മീയതയുടെ ഓരങ്ങൾ തേടി അന്വേഷിച്ച് നടക്കും. അങ്ങനെ പോയി ഏതെങ്കിലും ആശ്രമങ്ങളിലോ ഏതെങ്കിലും പഠനശാലകളിലോ പോയി അവിടെ പോയിട്ട് ബാക്കി ജീവിതം കഴിച്ചു കൂട്ടും. അങ്ങനെയുള്ള ഒരു ആധുനിക ട്രെൻഡ് നമുക്കിപ്പോ കാണാൻ സാധിക്കും. ഇത് മുസ്ലിമീങ്ങളിലുമുണ്ട്. മുസ്ലിമീകളിലും ഭൗതികതയിൽ മനം മടുത്തവരും, അതുമല്ലെങ്കിൽ മതപ്രവർത്തനങ്ങൾ കണ്ട് മടുത്തവരും, മതത്തിന്റെ പ്രവർത്തനങ്ങൾ പരസ്പരം തമ്മിലടിയും കക്ഷിമാത്സര്യവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണം പ്രത്യാരോപണങ്ങളും ഇതൊക്കെ പാടെ കേട്ട് ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് നമുക്കൊരു ആത്മീയമായ ആശ്വാസം കിട്ടുന്ന, മനസ്സിനൊരു സുഖം കിട്ടുന്ന എന്തെങ്കിലും മാർഗത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞ് പലരും പലതരം തരീഖത്തുകളിലും പോയി കൊടുക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലവിധ തരീഖത്തുകളും പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. പണ്ടേ അറിയപ്പെടുന്ന ജീലാനി തരീഖത്ത്, റിഫായി തരീഖത്ത്, അതുപോലെയുള്ള സുഹറവർദിയ, നക്ഷബന്ദിയ പോലെയുള്ള തരീഖത്തുകൾക്ക് പുറമെ ഇപ്പൊ ആലുവ തരീഖത്ത്, കൊടുവള്ളി തരീഖത്ത്, നമ്മുടെ അടുത്ത് വങ്ങാട് കല്ലാഴി തരീഖത്ത് എന്ന് പറഞ്ഞ് പല തരീഖത്തുകളിലും പോയിട്ട് ആളുകൾ അവരുടെ സുഖം അന്വേഷിക്കുകയാണ്. സുഖമെന്നുള്ള മനസ്സിന്റെ സുഖം. മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ശൈഖിനെ മുരീദായി നിന്ന് ആ ശരീരത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആ ശരീരത്തിൽ ചേർന്ന് അയാൾ പറയുന്ന തെർബിയത്തിന്റെ മാർഗത്തിൽ അങ്ങനെ ജീവിക്കുക. പിന്നെ അവർ പഠിപ്പിക്കുന്ന ദിക്റും സലാത്തും പാട്ടും ഓത്തും ആഴ്ചക്കാഴ്ചക്ക് മൗലൂദും അങ്ങനെയൊക്കെ ഇടക്കിടക്ക് പിന്നെ സിയാറത്ത് ടൂറും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. ഈ അടുത്ത് ഈ കല്ലാഴി വങ്ങാട് തരീഖത്തിന്റെ 15ാം വാർഷികത്തിന്റെ ഒരു സ്മരണീകരിക്കുന്ന കൊണ്ടുവന്നു. എത്ര ആൾ ഈ തലശ്ശേരി ഭാഗത്തുള്ള എത്ര വിദ്യാഭ്യാസമുള്ള എത്രയോ ആളുകൾ
ഈ പറഞ്ഞ ചെയ്തിന്റെ അടുത്ത് ഉപ്പാപ്പാന്ന് പറഞ്ഞിട്ട് അയാളടുത്ത് പോയിട്ട് തരീഖത്ത് സ്വീകരിച്ചിരിക്കുകയാണ്. തരീഖത്ത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഉപ്പാവാനം പറ്റിയിട്ട് പ്രശംസിച്ച് ചെയ്ത ഉപ്പാവാന്നാണ് വിളിക്കുന്നത്. ഉപ്പാവാന്റെ അടുത്ത് പോയതിനു ശേഷം എനിക്ക് മനസ്സിന് സുഖം കിട്ടിയത്, ഉപ്പാവാന്റെ അടുത്ത് പോയിട്ടാണ് എന്റെ പ്രശ്നങ്ങൾ തീർന്നത്. അങ്ങനെ അതൊക്കെ പ്രശംസിച്ചു. അവന്റെ ഫോട്ടോ, ചെയ്തിന്റെ ഫോട്ടോ ഒക്കെ. ഈ യഥാർത്ഥത്തിൽ ആത്മശുദ്ധീകരണത്തിന്റെ വഴിയാണിത്, സ്വഭാവ സംസ്കരണത്തിന്റെ മാർഗമാണിത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തരീഖത്തുകാര് ആളെ കൂട്ടുക. നിങ്ങളുടെ മനസ്സിൽ എല്ലാ കടകളും കഴുകിക്കളഞ്ഞ് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശുദ്ധിയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറയും. അങ്ങനെ പറഞ്ഞൂടാ, ഇന്നത്ര ശ്രമിക്കാറുണ്ട്, അത് കുറച്ചൊരു ഇതൊക്കെ ബാക്കിയുണ്ട്. അതാണ് അത് നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു മാർഗമുണ്ട്. അതെന്താണ്? അതാണ് ചെയ്യുന്നത്. അതെന്താ നിങ്ങൾ പറഞ്ഞേരി അതങ്ങനെ പറഞ്ഞുതരാനൊന്നും പറ്റില്ല. നിങ്ങൾ ചെയ്തിന്റെ അടുത്ത് നേരിട്ട് വരണം. ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് ഷെയ്ഖ് ഞങ്ങൾ ഷെയ്ഖായി സ്വീകരിച്ചിട്ട് ഷെയ്ഖ് പറഞ്ഞു തരും. ഈ തരീഖത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ മാതിരി അത് എഴുതി കാണിച്ചു തരാനോ പറഞ്ഞു തരാനോ ഒന്നും പറ്റൂല. അത് അനുഭവിച്ചറിയണം. അത് അങ്ങനത്തെ ഒരു അനുഭവമാണ് എന്ന് പറയും. അപ്പൊ എന്തോ കാര്യമായിട്ട് പിന്നെ ഇങ്ങനെ കുറെ ഫലസഫകൾ, കുറെ ഫിലോസഫികൾ അതിനെ സംബന്ധിച്ച് പറയും. മുമ്പ് തരീഖത്തിൽ ജീവിച്ച ആളുകൾ പറയും, അവിടെ പോയാണ്ടല്ലോ നമ്മളെ മനസ്സിന് എന്തോന്നില്ലാത്തൊരു അനുഭൂതി, നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയതുപോലെ. മനസ്സിന് ഒരു വിഷമുണ്ടാവില്ല. എന്ത് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാവും. നമ്മളെ മനസ്സ് ശുദ്ധിയായി നമുക്ക് ബോധ്യമാവും. ഇങ്ങനെയൊക്കെയുള്ള വലിയ തൊട്ടുള്ള വർത്താനം കേട്ടിട്ട് ആളുകൾ അതിൽ പോയി കൊടുത്ത് കാര്യപ്പെട്ടൊരു സംഗതിയാണ് വിചാരിച്ചത്. ആദ്യമൊക്കെ പോകലിന്റെ മനസ്സ് ശുദ്ധീകരിക്കണം, സ്വഭാവം ശുദ്ധീകരിക്കണം. പക്ഷേ ഈ പരീക്ഷത്തുകൾ അവസാനം എത്തിപ്പെടുന്നത് ശുദ്ധ കുഫ്റിനും ശിർക്കിനുമാണ്. ശിർക്കിന്റെ ഏറ്റവും വലിയ ശിർക്കായ വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവും സൃഷ്ടിയും ചേർന്ന് ഒന്നാണ്, രണ്ടല്ല എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ അദ്വൈതം. അതിന് ഇസ്ലാമിന്റെ കുപ്പായിട്ടതാണെന്ത്? വഹദത്തുൽ വുജൂദ്. അതാണ് ശേഖന്മാരുടെ ഉന്നത പദവി. അനൽ ഹഖ് പദവിയിലെത്തിയും ചെയ്ത്. അനൽ ഹഖ് എന്നെന്താ? ഞാൻ തന്നെയാകുന്നു സത്യസ്വരൂപനായ അല്ലാഹ്, ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന സ്വന്തമായിട്ട് ദൈവമായി മാറും എന്ന പ്രതീക്ഷ. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്, ആളുകളെ കൂട്ടുന്നത്. പക്ഷെ ആ അവസ്ഥയിലെത്തിയ ആളെ പിന്നെ പറഞ്ഞു നേരാക്കാൻ പറ്റൂല. കാരണം അത്രമാത്രം അവൻ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നിരന്തരമായ ക്ലാസുകൾ കൊടുത്തിട്ട് മാത്രമല്ല, ശൈത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന വിവിധ രീതികളിൽ ഏറ്റവും അപകടം പിടിച്ചൊരു വഴിയാണിത്. കാരണം ഞാനിപ്പോൾ ഭക്തിമാർഗത്തിലാണ്, ഞാനിപ്പോൾ സംസ്കരണം നേടിയ ആളാണ്, എനിക്കിപ്പോൾ യഖീനുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഞാൻ നിൽക്കുമോ? എനിക്കൊരു തെറ്റുമില്ല, ഞാൻ ശരിയായ മാർഗത്തിലാണ്, അല്ലാഹുവിലേക്ക് എത്തുന്ന ശരിയായ മാർഗം എന്നാണ് അവർ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് അവർ പിന്നെ ചിന്താ പോലും നമുക്ക് സാധ്യമല്ല. ഈ തലശ്ശേരിയിലുള്ള വലിയ വിദ്യാഭ്യാസമുള്ള ഒരു തെരീഖത്തിൽ പോയ ആളെ എന്റെ സുഹൃത്തുക്കൾ കൂട്ടിയിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഞാനത്തേക്കൊരു അതൊന്നും സംസാരിക്കുന്നില്ല. എന്താ ഒന്നും സംസാരിക്കാൻ? നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. അതെന്താ? പിന്നെ നിങ്ങൾ പറഞ്ഞു ഇവർ കൂട്ടിക്കൊണ്ടെന്ന് നിങ്ങളെ കാണുന്നത് ആയിക്കോട്ടെ, ഞാൻ വന്ന് നിങ്ങളെന്താ പറഞ്ഞു, ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞാൽ അയാൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾ മാറാൻ സാധ്യത. ഇതേ അനുഭവം വേറെ ആളെ കൊണ്ടുവന്നപ്പോഴുണ്ടായി. അവരൊന്നും സംസാരിക്കില്ല. ഒരു കാര്യമുണ്ടാകും, ഷെയ്ഖ് പറഞ്ഞതിനപ്പുറം പോയാൽ ഷെയ്ഖ് അറിയുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നെ ഷെയ്ഖിന്റെ കുരുത്തക്കേടുന്നാണ് അവർ വിശ്വസിക്കുന്നത്. തികച്ചും ഒരു എന്താ പറയാ, അല്ലാഹുവിന് പുറമെ ആളുകൾ മനുഷ്യനെ ദൈവമായി സ്വീകരിക്കുന്ന അവസ്ഥ. അപ്പൊ ഭക്തിയാണ്, ഭക്തിയാണ്, നമുക്ക് സുഹൃത്ത് വേണ്ടേ, വിരക്തി വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. എന്നാൽ റസൂലും സഹാബത്തും ഇങ്ങനെ ഒരു തർബിയത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു തർബിയത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ആ ഉമ്മിക്കീങ്ങളായ നിരക്ഷരായിരുന്ന അറബ് ജനതയിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഉപയോഗിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും അള്ളാഹുവിന്റെ കിതാബും അതിന്റെ വ്യാഖ്യാനമായ സുന്നത്തും അവരെ പഠിപ്പിക്കുകയും അതിലൂടെ അവരെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. അതാണ് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ ഇതിനു മുമ്പ് വ്യക്തമായ വഴികളിലായിരുന്നു. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ആ സത്യത്തിന്റെ രൂപം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ മുറബിയായ ശേഖനെ പോലെയായിരുന്നോ? തരീഖത്തുകാരുടെ വാദമെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ പൊതു മുസ്ലിം സമൂഹത്തിൽ തരീഖത്തിൽ പെടാത്തവരൊന്നും യഥാർത്ഥ ഇസ്ലാമിലല്ല. കാരണം യഥാർത്ഥ ഇസ്ലാമിൽ ചേരണമെങ്കിൽ മുറബിയായ ഒരു ശേഖനെ കണ്ടെത്തണം.
മുറബി എന്ന് പറഞ്ഞ തെർബിയത്ത് നൽകി നിങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ശൈഖ്. ആ ശൈഖിനെ കണ്ടെത്തൽ വാജിബാണ്. ആ ശൈഖിലൂടെ മാത്രമേ നിങ്ങൾക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? തരീഖത്ത് എന്ന് പറഞ്ഞ മാർഗം എന്നാണ് അർത്ഥം, വഴി എന്നാണ് അർത്ഥം. ഏതാണ് ഇവർ പറയുന്ന വഴി? ഒരു ശൈഖിനെ സ്വീകരിച്ച് ശൈഖിന്റെ മുരീദായി അയാളുടെ ആജ്ഞാനുവർത്തിയായി ജീവിക്കുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശൈഖും മുരീദും തമ്മിലുള്ള കരാറാണ് യഥാർത്ഥത്തിൽ തരീഖത്ത് എന്ന് പറയുന്നത്. ശൈഖ് തരീഖത്ത് കൊടുക്കുന്നതാണ്, മുരീദ് തരീഖത്ത് വാങ്ങുന്നതാണ്. അങ്ങനെ ശൈഖ് മുരീദ് വ്യവസ്ഥയിലൂടെ അല്ലാതെ ഉറുദുക്കാർ പറയും പീരി മുരീദ്, പീർ വേണം. പീറില്ലാതെ എന്താവില്ല, ഒരാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ സാധ്യമല്ല, സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ മറ്റുള്ളവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മറ്റുള്ളവർക്കൊന്നും യഥാർത്ഥ ഇസ്ലാമിന്റെ വഴിയിലെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അവർ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പൊ ശൈഖ് എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് അർത്ഥം. ഓർക്ക് ശൈഖാണെന്ന് പറഞ്ഞാൽ ഇന്നെ പഠിപ്പിച്ച എന്റെ ഗുരുവാണ്, അത് യാതൊരു കുഴപ്പമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സദസ്സിൽ സഹാബത്ത് കാണിച്ചിരുന്ന അദബുകൾ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നവർ ശബ്ദം ഉയർത്തി സംസാരിക്കുമായിരുന്നില്ല. അവിടുത്തെ സദസ്സിൽ ഇരിക്കുമ്പോൾ അനാവശ്യമായ അനക്കങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. അവർ തലയിലൊക്കെ പക്ഷി വന്നിരുന്നത് പോലെ, പക്ഷി വന്നിരുന്നാൽ മാറാതിരിക്കാൻ വേണ്ടി ഇളക്കാതെ തലവെക്കൂല, അങ്ങനത്തെ അതപോടും വിനയത്തോടും കൂടിയായിരുന്നു അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരുന്നിരുന്നത് എന്ന് കാണാൻ സാധിക്കും. സഹാബത്ത് തമ്മിലുണ്ടായിരുന്ന ഈടുറ്റ ബന്ധം റസൂലുള്ളാഹിയെ പോറലേക്കുന്നത് അവർക്ക് വിഷമമായിരുന്നു. ഉടയുദ്ധത്തിലൊക്കെ റസൂലുള്ളാഹിയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ അമ്പയിലപ്പോ സ്വന്തം ശരീരം കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ശരീരത്തിലേക്ക് ഒരു അമ്പ് പോലും തറക്കാതിരിക്കണം. അങ്ങനെയുള്ള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിനുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു ശൈഖല്ല ഇത്. ഇവിടെ ശൈഖ് എന്ന് പറയുന്നത് കശ്ഫും ഇൽഹാമും ഒക്കെയുള്ള ത്വരീഖത്തിന്റെ സിൽസിലയിൽപ്പെട്ട വ്യക്തിയാകണം. അങ്ങനെയുള്ള ശൈഖിനെയാണ് കണ്ടെത്തൽ വാജിബാണ് എന്ന് പറയുന്നത്. എന്താ കശ്ഫും ഇൽഹാമും ഒക്കെ? ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നിക്കൽ എന്നർത്ഥം. അല്ലാഹു പലതുവരെ മനസ്സിലിങ്ങനെ തോന്നിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിയാത്ത വെളിപ്പെടാത്ത പലരും ഇവർക്ക് അല്ലാഹു വെളിവാക്കി കൊടുക്കും. അതാണ് ഇൽമു മുകാശഫ എന്ന് പറയുന്നത്. അവരുടെ വാദം തന്നെ അതാണ്. പൊതു മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കില്ലാത്ത ഇൽമ് ഞങ്ങൾക്കുണ്ട്. അത് ഇൽമുന്റെ ദുനിയാണ്. അല്ലാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഇൽമ് ഞങ്ങളുടെ ശൈഖിനുണ്ട്. ആയത്തുകൾക്കും ഹദീസുകൾക്കുമൊക്കെ അവർക്ക് വേറെ വ്യാഖ്യാനമാണ്. അങ്ങനെയുള്ള ശൈഖായിരിക്കണം, കശ്ഫും ബിദ്ഹാമുള്ള ശൈഖായിരിക്കണം. ഖുശൈരി എന്ന് പറയുന്ന സൂഫി ലിസാനത്തുൽ ഖുശൈരിയ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പൊ അതൊക്കെ 3-4 വാല്യങ്ങളായി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഷിയായിസവും സൂഫിസവും തമ്മിൽ നല്ല ബന്ധമാണ്. സൂഫിസത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയായിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ കേരളത്തിൽ ചില ആളുകൾ കണ്ടെത്തിയ വഴിയെന്നറിയോ? സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്യാം. സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്ത് കഴിച്ചാൽ അത് ഷിയായിസത്തിൽ എത്തിക്കൊള്ളും. ഈ വിശാലത്തിൽ കൊണ്ടിരിക്കുമ്പോ 4 വർഷമായിട്ട് ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ പറയുകയാണ് കണ്ടോ? മുരീദിന്റെ നിർബന്ധമാണ് ശൈഖിനോട് അതോടെ നിൽക്കൽ. ഒരാൾക്ക് ശൈഖില്ലെങ്കിൽ അയാൾ ഒരിക്കലും വിജയിക്കുന്നതല്ല. ഒരാൾക്ക് ശൈഖില്ലെങ്കിൽ അയാൾ ഇമാം ശൈത്താനായിരിക്കും. കണ്ടോ? ഇവിടെ പണ്ട് നൂലിച്ചാട്ടങ്ങൾ വന്ന കാലത്ത് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇവിടുത്തെ യാഥാർത്ഥിക പണ്ഡിതന്മാര് അയാളെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് ക്ഷണിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നൂലിശയെ ശൈഖായി സ്വീകരിക്കാത്തവന്റെ ശൈഖ് ശൈത്താനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈദരാബാദ് വന്ന നൂലിച്ചാട്ടങ്ങളെ പിന്നാലെ കുറെ ആളുകൾ പോയി. അങ്ങനെ പോയെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ അവർക്ക് കൊടുത്തു. നൂലിച്ചാട്ട ജനത്തിന്റെ ആളുകൾ കുറെ കഴിഞ്ഞപ്പോൾ എന്തായി? ഈ തരീഖത്ത് പേറ്റ തരീഖത്താണ്, നൂലിനെ ശരിക്കായി സ്വീകരിച്ചവരുടെ ശൈത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട തരീഖത്തുകളെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന യാഥാർത്ഥികന്മാർ പോലും പറയുന്നു ഇവിടെ കള്ളത്തരീഖത്തുകാർ പറയരുത്. ഈ കള്ളത്തരീഖത്തും ഒറിജിനൽ തരീഖത്തും തമ്മിലുള്ള വ്യത്യാസം അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടാൽ നല്ല രസമാണ്. നിങ്ങൾ ഞങ്ങളെ തരീഖത്ത് കള്ളത്തരീഖത്താന്ന് പറയും, ഞങ്ങളെ തരീഖത്ത് നിങ്ങളൊക്കെ ഉള്ളത് അത് നിങ്ങളെത്തുണ്ട്, അതിനെ തള്ളാൻ നിങ്ങൾക്ക് കഴിയോ?
ശരിക്ക് പുലിവാലി പിടിച്ച പോലെയായി. തരീക്കത്തിന് കൊള്ളാനും വയ്യ തള്ളാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണുള്ളത്. ഖാദിരിയത്തിന്റെയും ജീലാനിയത്തിന്റെയും ഒക്കെ തരീക്കത്താണ് ഞങ്ങളുടേതെന്നാണ് അവർ വാദിക്കുന്നത്. സാധിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം പിൽക്കാലത്തുള്ളെടുത്തതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ രക്ഷമകാലത്തിലെയോ അവിടുത്തെ സഹാബത്തോ നമ്മളെ പഠിപ്പിച്ചിട്ടേയില്ല. ഇസ്ലാം പഠിച്ച യഥാർത്ഥ മനഹജിലുള്ള ഏതൊരു പണ്ഡിതനോടും നമുക്ക് ചോദിക്കാം. നമുക്ക് ബോധ്യമുള്ള ആളാണ്, ദീന് കളവറിയാത്ത ആൾ, ശരിയായ മനഹജനുസരിച്ച് ദീൻ മനസ്സിലാക്കുന്ന ആളാണ്, ദീൻ സ്വീകരിക്കുന്നത് ശരിയായ പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കി ആരോടും ചോദിക്കാം. ഇവിടെ താമസിക്കും ഇവിടെ ചോദിക്കാം, അങ്ങ് കുറേക്കാട് ബോംബെ പോയി താമസിക്കാം, അവർക്ക് യഥാർത്ഥ പണ്ഡിതനെ ആരോട് ചോദിക്കാം, പിന്നെ ദുബായിൽ പോയി അവിടെ ചോദിക്കാം. അല്ലാതെ ഏതെങ്കിലും ഒരു ശേഖരം പ്രത്യേകം വെച്ചിട്ട് അയാളോട് മാത്രം ചോദിക്കുക, അയാൾക്ക് മാത്രം പഠിക്കാം, ഈ ഒരു സിസ്റ്റം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇതങ്ങനെയല്ല. ഒരു ശേഖന് വൈകത്ത് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ അടിമയായി മാറണമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ശേഖ് മുരീദിന്റെ കൺകണ്ട ദൈവം എന്ന് നമ്മുടെ നാട്ടിൽ പറയില്ലേ, അതുപോലെയാണ്. മുരീദിന് ഒരു സ്വാതന്ത്ര്യമല്ല, ശൈഖിനെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന മധ്യവർത്തിയാണ്, വസീലയാണ് ശൈഖ് എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മൾ നബിമാരെ പറ്റി മനസ്സിലാക്കുന്നില്ലേ, നബിമാർ തെറ്റൊന്നും പറ്റാത്ത മഅ്സൂമികളാണ്, അല്ലെ? ഇവരാണ് വിശ്വസിച്ച മഅ്സൂം എന്നുള്ള പദം വീട്ടിൽ ഇവർ മഹ്ഫൂസ്, സംരക്ഷിക്കപ്പെട്ട ആളാണ്. തെറ്റ് സംഭവിക്കുന്നതിൽ നിന്നും അല്ലാഹു അവരെ പ്രത്യേകം സംരക്ഷിച്ചിട്ടുണ്ട് എന്നപ്പോ മഅ്സൂമിന്റെ അതേ പദവി തന്നെയാണ് അവർ കൊടുക്കുന്നത്. മുരീദിന്റെ ആദാബുകളെ പറ്റി പറയുന്നിടത്ത് അൽ മവാഹിബുൽ തർമദി എന്ന സൂഫി കിതാബിൽ പറയുന്നത് അൻ യഅലമ അന്ന ശൈഖൽ കഅബത്തി, ശൈഖ് കഅബയെ പോലെയാണെന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, പക്ഷേ സുജൂദ് കഅബക്കാണ്, അല്ല സുജൂദ് അല്ലാഹ്ക്കാണ്. അതുപോലെയാണ് ശൈഖ്. അപ്പൊ ശൈഖിനെ കഅബ പോലെ കണ്ട് ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥ. ഇവിടെ കൊണ്ടോട്ടി തരീക്കത്തും പൊന്നാനി തരീക്കത്തും തമ്മിൽ 1920 മുമ്പ് തർക്കമുണ്ടായി. ടിപ്പു സുൽത്താന്റെ സഹായത്തോടുകൂടി, ടിപ്പു ഷിയായിരുന്നു, ആ ഷിയാന്റെ സഹായത്തോടുകൂടി ബോംബെക്കെടുത്ത കല്യാണം എന്ന സ്ഥലത്തുനിന്ന് കൊണ്ടോട്ടിയിൽ ഒരു തങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. മുഹമ്മദ് ഷാ തങ്ങൾ എന്ന അയാളുടെ പേര്. അയാളൊരു തരീക്കത്ത് സ്ഥാപിച്ചു. ആ തരീക്കത്തിന്റെ നിയമം എന്തായിരുന്നറിയോ? മുരീദന്മാർ ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അപ്പൊ പൊന്നാനി കേന്ദ്രീകരിച്ചുള്ള ശാഫി മദ്ഹബിന്റെ അന്നത്തെ പണ്ഡിതന്മാരെ എതിർത്തു. ഇത് പാടില്ല, ഇത് ഹറാമാണ്, ചെറുക്കാണെന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ കൊണ്ടോട്ടി തരീക്കത്തുകാരും പൊന്നാനി തരീക്കത്തുകാർ, അങ്ങനെ കൊണ്ടോട്ടി കയ്യുന്നില്ല, കൊണ്ടോട്ടി കൈ പൊന്നാനി കൈ, ഇവർ തമ്മിലുള്ള കൈതർക്കം മഹത്തായ മാത്രം സാഹിത്യ പാരമ്പര്യത്തിന്റെ പുസ്തകത്തിൽ CN അഹമ്മദ് മൗലവിയും KK മഹ്മൂദ് കരീം അതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തമ്മിൽ കുഫറിന്റെ ഫത്വ ഇറക്കി. കൊണ്ടോട്ടിക്കാരിൽ പഴിച്ചവരാണ്, ഷിയാക്കളാണ്, അവരെ പിന്തുടരാൻ പാടില്ല, നമ്മൾ അഹദുസുന്നത്താണ്, അവർ അടുത്ത് തിന്നാൻ പാടില്ല, അവരെ കുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല, ഇസ്ലാം ഒന്ന് പുറത്താണ് എന്ന് പൊന്നാനിക്കാരെ ഫത്വ, ഇവരങ്ങോട്ടും ഫത്വ ഇറക്കി. അതൊക്കെ ഇന്നും തെളിവായി ജീവിക്കണം. അപ്പൊ ആ രൂപത്തിൽ ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മാത്രമല്ല, ഒന്നാമത്തെ ശർത്തം എന്തായോ, പറയാണ്, ശൈഖ് എന്തൊന്ന് നിർദ്ദേശിച്ചാലും അക്കാര്യത്തിൽ ശൈഖിനെ എതിർക്കാൻ പാടില്ല. എത്രത്തോളം എന്ന് വിചാരിച്ചാൽ കരിച്ച ഹറാമാണ് ശൈഖ് ചെയ്യുന്നത്. വ്യഭിചാരിക്കുന്നത് കണ്ടു, മദ്യപിക്കുന്നത് കണ്ടു, എന്ത് കണ്ടാലും എതിർക്കാൻ പാടില്ല. മുഹമ്മദ് അമീനുൽ ഖുർദി തൻവീറുൽ ഖുലൂബ് എന്ന സൂഫി കിതാബിൽ പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും തടസ്സവാദം പറയാൻ പാടില്ല. ഹറാമൻ, പ്രത്യക്ഷത്തിൽ അത് ഹറാമാണെങ്കിലും എന്തിനാ അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നത് എന്ന മങ്കാരൻ എന്തുകൊണ്ട് എന്ന് ശേഖനോട് ചോദിച്ചാൽ അയാൾ ഒരിക്കലും ഈ ലോകത്തിൽ വിജയിക്കൂല. കള്ള് കുടിക്കുന്ന കണ്ടാലും നമ്മക്കത് കള്ളാണെങ്കിലും ശേഖന്നത് തേനാണ്, ശേഖന്നത് പാലാണ് എന്ന് വിശ്വസിക്കണം. അത്രമാത്രം അടിമയായി മാറണം എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, റദ്ദാരിയുടെ യഹ്യ, നമ്മുടെ നാട്ടിൽ ആമിന പുസ്തകാലിൽ പുറത്തിറക്കി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, യഹ്യാവിനും 40 പോയിന്റ് കൽപ്പിച്ചിറക്കി ഫാത്തിമ പുസ്തകാലിൽ. അതെന്താ പറയുന്നറിയോ? തനിച്ച സൂഫിസത്തിൽ മുക്കിപ്പൊരിച്ച കിതാബാണ് യഹ്യാവിനും മുത്തി റദ്ദാലിയുടെ. അതായത് തനിച്ച് സൂഫിയാണ് റദ്ദാലി എന്ന് പറയുന്നത്. റദ്ദാലി പോയി സത്യാന്വേഷണം നടത്തി അവസാനം അദ്ദേഹം സൂഫിസത്തിലാക്കിപ്പെട്ടത്. അദ്ദേഹം അറിയാൻ ശൈഖ് തന്നോട്ട് ഈ തർബിയത്തിന്റെ മാർഗത്തിൽ എന്തൊന്ന് നിർദ്ദേശിച്ചാലും അതിനെ കണ്ണടച്ച് അനുകരിക്കണം. വലിയ അറിയവും തന്റെ അഭിപ്രായത്തെ ഒഴിവാക്കണം.
സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. പണിന്റെ കഥ കുറിച്ചിട്ട് അൻഫഉലഹു, തന്റെ മുറിച്ചിട്ടായ ശേഖന്റെ അബദ്ധമാണ് തനിക്ക് ഏറ്റവും ഉപകാരം ഹിൽസവാബിഹിനത്തി, തന്റെ ശരിയേക്കാളും ശേഖന്റെ തെറ്റാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുക എന്ന് മനസ്സിലാക്കി ശേഖനൊന്നിൽ എതിർക്കാൻ പാടില്ല. ഗസാലി പറയുന്നത്, ഇപ്പൊ കണ്ണ് കാണാത്ത ഒരാള് നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഴക്കരികിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ കണ്ണ് കാണുന്ന ഒരാൾ മോനെ ഒന്ന് കൈ പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചു. അതിന്റെ മേലെ കൂടി ചെറിയ വണ്ണം കുറഞ്ഞ് പാലത്ത് പോലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ കരയെ കൂടി ഇങ്ങനെ പോവുകയാണെങ്കിലോ അപ്പൊ അയാളെ മുറുക്കി പിടിക്കണം, ഒന്നും കേൾക്കാൻ പാടില്ല. ഒരു മൃഗത്തെ പോലെ കണ്ണടച്ചിട്ട് തുടങ്ങണം. ഇതുപോലെയായിരിക്കണം എന്നാണ്. ഒന്നുകൂടി പറഞ്ഞു കേട്ടോളികള്. അലി വഫായ എന്ന് പറയുന്ന ഒരു സൂഫി എഴുതാൻ അൽവാദി പറയാണ്, അത് മുരീദ് സ്വാദിക്കുമായ ശൈഖിഹി, തന്റെ ശൈഖിനോട് സത്യസന്ധതയുള്ള ഒരു മുരീദ് എന്ന് പറഞ്ഞാൽ കൽ മയ്യത്ത് ഇന്ത മുഖത്തിരി, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പിലെ മയ്യത്ത് പോലെയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന മയ്യത്തിന് നല്ല സ്വാതന്ത്ര്യമുണ്ട്. കുളിപ്പിക്കുന്ന മത്സ്യത്താ മത്സ്യം നടക്കും, കൗച്ചിട്ടാ കൗന്ന് നടക്കും, അല്ലെ തല കൊണ്ടിട്ടാണ് ഒട്ടാക്കിന്ന് നോക്കും. ഇതുപോലെ ആയിരിക്കണം ആര് ശൈഖിന്റെ മുമ്പിൽ മുരീദ്. ലാ കലാമ വലാ ഹർക, മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല. വല ശൈഖിന്റെ ഗാംഭീര്യം കാരണം മിണ്ടാൻ കഴിയൂല എന്നാണ്. ആ ഗാംഭീര്യമുള്ള മുഖത്ത് നോക്കിയാൽ മുരീദ് മിണ്ടാകെ നാവറിയിക്കും. വലാ ചോദിക്കാത്ത അദ്ദേഹത്തിന് പ്രവേശിക്കാൻ പാടില്ല. ഇറങ്ങി അവർ കയറി ഇരുന്നാലും ഒരകുൽ ശേഖ് പറയാതെ പോകാൻ പാടില്ല. വല മറ്റാളുകളോട് ഇടപെടാൻ പാടില്ല. ഖുർആാനോടെങ്കിലും ദിക്ർ ചെല്ലണമെങ്കിലും എന്ത് ഇൽമുമായിട്ട് ജോലിയിൽ ഏർപ്പെടണമെങ്കിലും ശൈഖിന്റെ പെർമിഷൻ വേണം. അപ്പൊ വലിയതായ ശേഷം വേണം. ഒരു പള്ളിയിൽ ഖുർആൻ ഓതാൻ പറഞ്ഞ് ഇതിന് ഖുർആൻ ഓതാൻ പാടില്ല. ഇത് ആലോചിച്ച് നോക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇസ്ലാമിലുണ്ടോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയായിട്ട് പറയാണ്. ഈ ശൈഖിനെ ഉൾപ്പെടുത്താൽ ഈ ശൈഖ് ഈ ലോകത്തും പരലോകത്തും തന്നെ ലഭിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് മുഴുവനായും ഏൽപ്പിച്ചു കൊടുക്കണം എന്നാ പറയുന്നത്. ഒന്നും ഇടാൻ പാടില്ല. ഒരന്റെ ആധാരം, അതുപോലെ ഞങ്ങൾക്ക് എന്തൊക്കെ സ്വത്തുകൾ അതൊക്കെ ശൈഖിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹൈദരാബാദ് പോയി നോക്കിയാൽ കാണാൻ ഒഴിച്ചക്കാരെ നല്ലോണം തടിച്ചു കൊടുത്തല്ലോ. കാരണം കേരളക്കാരായ മുറാദീർ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഓരോന്നും വരന്റെ ആധാരം നിങ്ങൾ ഭാര്യയെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കേൾക്കാൻ പാടില്ല. അത്രമാത്രം ശൈഖിന് മുരീദും തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കണം. മാത്രമല്ല ശൈഖ് മരിച്ചാൽ ശൈഖിന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് പാടില്ല. അയാൾ അവരിലേക്ക് മനസ്സ് പോകാൻ പോലും പാടില്ല. അല്ലേ? ശൈഖ് ഒരു പെണ്ണിനെ തലാഖ് ചെയ്യാൻ അതിന് കേൾക്കാൻ പാടില്ല. ഔ മാനത്തിലെത്തുകയില്ല. മാത്രമല്ല കൊടുക്കുന്ന സൂഫി കിതാബിൽ പറയാൻ ദിക്ർ ചെല്ലുമ്പോൾ നിങ്ങളുടെ മനോമുഖരത്തിലും രണ്ട് കണ്ണുകൾക്കിടയിലും ശൈഖിന്റെ രൂപം നിങ്ങൾ ഉണ്ടായിരിക്കണം. അത് ദിക്റിന്റെ ഉസൂലിൽപ്പെട്ടതാണ്. ചില ആളുകൾ ശൈഖിന്റെ ഫോട്ടോ വെക്കുമ്പോ ശൈഖിന്റെ ഫോട്ടോ അങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ദിക്ർ ചെയ്തിട്ടുണ്ട്. കാരണം മനോമുഖരത്തിൽ ശൈഖ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എവിടെ പോയാലും ശൈഖ് അറിയും. അപ്പൊ നമ്മള് ഇഹ്സാൻ എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ. റസൂൽ പറഞ്ഞത് അല്ലാഹുവിനെ കണ്ണിൽ കാണുന്നത് പോലെ നീ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കലാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു പദവി, ഇഹ്സാനിന്റെ പദവി നമ്മളായിട്ടാ വഹിച്ചെടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. സംശയമില്ല. ആ പദവിയാണ് ശൈഖിന് ഇവർ വഹിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു മുസ്ലിമിന് പറ്റിയ കാര്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ളതിനേക്കാൾ വലിയ ശൈഖുണ്ടോ? നബി സല്ലല്ലാഹു സഹാബത്ത് പലതും ചോദിച്ചിട്ടില്ലേ? ഹുദൈബിയ സന്ധി എഴുതി കഴിഞ്ഞപ്പോ അല്ലേ, മക്കത്തും ആരെങ്കിലും മദീനത്തേക്ക് വന്നാൽ അവരെ തിരിച്ച് മക്കത്തേക്ക് അയക്കണം. എന്നാൽ മദീനത്താരെങ്കിലും മക്കത്തേക്ക് വന്നാലോ അവരെ തിരിച്ചയക്കാൻ പാടില്ല, അവരെ മക്കത്തിനെ പിടിച്ചു നിർത്തണം. നമ്മളെല്ലാം ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് നബിയെ? നമ്മൾ ഹക്കിലല്ലേ? എന്ത് കരാറാണിത്? എന്തായില്ലേ? അപ്പോൾ അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയോ? സ്വാഭാവികമാണ്. ഉമർ ഖത്താബിന് ഇതിന് ബോധ്യപ്പെട്ടില്ല. അദ്ദേഹം ചോദിച്ചു, മുനാഫിക്ക് നേതാവിന് മയ്യസ്കരിക്കാൻ മുമ്പ് വസ്ത്രം പിടിച്ച് വലിച്ചു, ഇവൻ ഇന്നലെ ചെയ്തത്, ഇവൻ ഇന്നലെ ചെയ്തത്, ഒരു വണ്ടി അങ്ങ് ഒത്തിരിക്കണം നബിയെ എന്ന് ചോദിച്ചു. ആരെ? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അതൊക്കെ സഹായങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബോധ്യം പറയാത്ത കാര്യങ്ങൾ ശൈഖിനോട് ചോദിക്കുന്നത്, അതോടുകൂടി ചോദിക്കുന്നത് ഇസ്ലാമിൽ തെറ്റുന്ന കാര്യമല്ല.
അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം എന്താ? ഇന്നീഖദ ഉദ്ദിതു അലൈക്കും ഫലസ്തു ബിഖൈരിക്കും, ഞാനിതാ നിങ്ങളുടെ ഭരണഭാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നിങ്ങളിൽ ഉത്തമനല്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ അനുസരിക്കുന്നിടത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കണം. ഞാൻ അല്ലാഹു റസൂൽ എതിര് ചെയ്താൽ എന്നെ അനുസരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ഇതാണ് റസൂൽ കഴിയാത്തിന്റെ ഒന്നാമത്തെ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറഞ്ഞ വാചകം ഇത് സൂഫി തരീഖത്തിലെ ശേഷം എവിടെ കിടക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കും. ഉമർ റളിയല്ലാഹു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എണീറ്റിട്ട് നിങ്ങളെ പ്രസംഗം നിർത്തൂ. നിങ്ങൾ ഇവിടെ വിതരണം ചെയ്ത ഓരോരുത്തർക്കും ശീലം കൊടുത്തല്ലോ കുപ്പായം ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾ ഇത്രയും വലിയ കുപ്പായം ഞങ്ങൾക്കൊക്കെ തന്നതുപോലൊരു പീസാണ് നിങ്ങൾ എടുത്തെങ്കിൽ ഇത്രയും വലിയ കുപ്പായം കഴിക്കാൻ കഴിയൂല. അവിടെ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ മതിയാണ്. ഇരിക്കണം അവിടെ, എന്റെ ഭരണാണ്, പിടിച്ച് പുറത്താക്കുവാന് എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? മോനെ അബ്ദുള്ള മറുപടി പറഞ്ഞു കൊടുക്ക്. അബ്ദുൽ അമർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയ പീസും കൂടി ഞാൻ ഉപ്പാക്ക് കൊടുത്താണ്, അതുകൊണ്ട് ഇപ്പൊ വലിയ കുപ്പായം. ആ നഞ്ഞ പ്രസംഗിച്ചോളി. കണ്ടോ? അതായത് അത്രയും സ്വാതന്ത്ര്യം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതതുകൾ പാലിച്ചുകൊണ്ട് ഖലീഫയോട് പോലും കാര്യങ്ങൾ ചോദിക്കാനുള്ള അവസരം. എന്നാൽ അതൊന്നും പാടില്ല. ശേഖന്റെ മുമ്പിൽ എന്നാ പറയുന്നത്, ഇന്നമാക്കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കണം. അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, റസൂൽ അവർക്കിടയിൽ വിധി പറയാൻ വേണ്ടി വിളിച്ചാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇത് പറയാന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ വാക്കിൽ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്നും ചോദിക്കാൻ പാടില്ല. റസൂൽ പറഞ്ഞാൽ അതങ്ങനെ തന്നെ അനുസരിക്കണം. പക്ഷെ എന്നിട്ടും ബോധ്യം വരാത്ത കാര്യങ്ങൾ, മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിച്ചിരുന്നു. റസൂലിനോടും സഹാബത്ത് ചോദിച്ചിരുന്നു. എന്നാൽ ഇവരെ ശേഖനെ പറ്റി വരുന്ന ധാരണ എന്തായോ? അദ്ദേഹത്തിന് ഈ ശരീരത്ത് ബാധകല്ലാണ്. സൂഫികളുടെ ഭാഗത്താണ്. സൂഫികം എന്ന് പറയുന്നത് ശരീരത്തിന് അപ്പുറത്തേക്ക് കിടക്കുകയാണ്. ശരി കണ്ണു കുടിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല, മുമ്പ് ഈ ശരീരത്ത് ബാധകല്ല. മുമ്പ് ശരീരത്തിന്റെ മർത്തവ വിട്ടിട്ട് ഹഖീഖത്തിലെത്തിയിരിക്കുന്നു. അയച്ചോക്കൂ. അപ്പൊ ഈ തരത്തിലുള്ള കുഫറിലേക്കാണ് ശരീരത്തുകാർ ആളെ കൊണ്ടുപോകുന്നത്. ഓപ്പ ശരീരത്തിന്റെ ആളാ, എന്താ എന്റെ തൊപ്പിയോ എന്റെ കുപ്പായോ എന്റെ ചേരും പാട് ഭയങ്കരമാണ്, ഭയങ്കര വിരക്ത ജീവിതമാണ് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ടുപോവാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള ചെളികളൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇത് തനിച്ച കുഫറിലേക്കും തനിച്ച ശിർക്കിലേക്കുമാണ് പോകുന്നത്. അല്ലാഹുവിന്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ ആണ് കൊണ്ടുപോകുന്നത്. അവിടെ ഭക്തിയാണ്, യഥാർത്ഥ ഇസ്ലാമിന്റെ ഭക്തിയല്ല. ഭക്തിയിൽ ഒന്നാമത്തേത്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ ഒന്നാമത്തേത് ശിർക്കിനെ ഒഴിവാക്കലാണ്, കുഫറിനെ ഒഴിവാക്കലാണ്. എന്നാൽ അതെല്ലാം തൗഹീദായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും യഥാർത്ഥ ആത്മീയത എന്താണ് എന്ന് മനസ്സിലാക്കണം. റസൂലും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ആത്മീയ ധരണി നമുക്ക് ആവശ്യമില്ല. ആ ആത്മീയ ധരണിയാണ് അത് നമ്മൾ പഠിക്കേണ്ടത്. ഹദീസുകളിലൂടെ, സഹാബത്തിന്റെയും ആ മാർഗത്തിൽ അഹ്ലുസുന്നത്തിന്റെയും ഉലമാക്കളുടെ ആസാറുകളിലൂടെയാണ് നമ്മളത് പഠിക്കേണ്ടത്. അതിനുവേണ്ടി നാം പരിശ്രമിക്കുക. ഏതെങ്കിലും സ്റ്റേജിന്റെ വാരും പിടിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ആരും കരുതേണ്ടതില്ല. നമ്മളുടെ യഥാർത്ഥ ഈമാനും അമലും സാലിഹും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. അൽഹംദുലില്ലാഹി വഅലൈഹി വസല്ലം വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വഹ്ദത്തുൽ വജൂദ് അഥവാ അദ്വൈതവാദം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, അദ്വൈതം രണ്ടില്ല, സത്താവ് രണ്ടില്ല എന്ന വാദം. അതാണ് സൂഫികളുടെ അവസാനത്തെ വാദമായിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇബ്നു അറബി വായിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് സൂഫി അക്കാദമി കോഴിക്കോട് നിന്ന് പല നോട്ടീസുകൾ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ഷിയാ ചിന്താഗതിയുള്ളവരും സൂഫികളും കൂടിയിട്ട് അവിടെ പല പരിപാടികൾ നടത്തുക. ഇബ്നു അറബി ആരാണെന്ന് നിങ്ങൾക്ക്? ഇബ്നു അറബി കാഫിറാണെന്ന് മുസ്ലിം ലോകം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. മനസ്സിലായില്ലേ? 7ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഇബ്നു അറബിയാണ് സൂഫിസത്തെ ജനകീയവൽക്കരിച്ചതും സൂഫിസത്തിന്റെ കിഴക്കവാദങ്ങൾക്കൊക്കെ തെളിവുണ്ടാക്കാൻ ശ്രമിച്ച ആളുമാണ്. അയാളുടെ ഫുതുഹാത്തുൽ മക്കിയ, ഖുസൂസുൽ ഹികം പോലുള്ള കിതാബുകളൊക്കെ തനിച്ച കുഫറും ശിർക്കുമാണ് പ്രചരിപ്പിക്കുന്നത്. ബുർഹാനുദ്ദീൻ അൽ-ബിഖാരി എന്ന് പറയുന്ന ഒരു ശാഫിഈ പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, തംബീഹുൽ ഖബീ ഇലാ തഫ്സീർ ഇബ്നു അറബി
ഇബ്നു അറബി കാഫിറാണെന്ന് വിവരമില്ലാത്തവരെ ഉണർത്തുന്ന പുസ്തകം. ഇത് സൗദി അറേബ്യയിലെ ഔഖാഫ് മസ്റഉ സൂഫിസത്തിന്റെ പതനം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രമേയം എന്താ? നിങ്ങൾ 40ഓളം ആ കാലഘട്ടത്തിലെ ഉലമാക്കളുടെ ഫത്വയാണ്. ഇബ്നു അറബി എന്ന മനുഷ്യൻ ചുട്ട കാഫിറാണ്, അയാളെ വിശ്വസിച്ചു പോകരുതെന്ന് ആ കാലഘട്ടത്തിലെ ഉലമാക്കളിൽ 40 പേര് എഴുതിയതാണ് ആ പുസ്തകത്തിന്റെ പ്രമേയം. നോക്കൂ നിങ്ങൾ, എന്നിട്ട് ഇവിടെ കേരളത്തിൽ ഇബ്നു അറബി വായിക്കപ്പെടുന്നു, ഇബ്നു അറബി അൻസാർ മഗ്രിബ് വിശദീകരിക്കപ്പെടുന്നു. കുഫറിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവാണ്. പേരെന്താ? സൂഫിസം. നമ്മുടെ നാട്ടിലത്തെ സൂഫിയോ മൂപ്പര് സൂഫിയാണെന്ന് പറഞ്ഞാൽ ആദരണീയമായൊരു നാമമായിട്ടാണ് പല ആളുകളും നിൽക്കുന്നത്. മൂപ്പരുടെ മുഖം കണ്ട സൂഫിത്വം സ്ഫുരിക്കുന്ന ഒരു മുഖമാണ്. ചില യോഗങ്ങൾക്കൊക്കെ സൂഫി വര്യന്മാരും സാദാത്തുകളും പങ്കെടുക്കുന്നു. സാദാത്തുകളൊക്കെ തങ്ങന്മാര് സൂഫിയരിൽ നിന്നുള്ള ഈ ജാതിയാണ്. മനസ്സിലായില്ലേ? സൂഫി എന്ന് പറയുമ്പോൾ പോയിട്ട് ഒരു കുപ്പായത്തിന് ഒരു 3-4 കുപ്പായം, പിന്നെ ഒരു മറ്റത്തണിക്കെട്ടും, പിന്നെ കുറെ മാലകൾ കഴുത്തിലും, പിന്നെ കുറെ കയർ കഴിയുമ്പോഴും ഒക്കെ പാടായിട്ട് ഇങ്ങനെ പോണ ആളായിരിക്കും. നിസ്കരിക്കാത്തത് കണ്ടാലും ചോദിക്കാൻ പാടില്ല, അല്ലേ? ഇതൊക്കെ നല്ല ബുദ്ധിയുള്ള വിവരമുള്ള ആളുകളായിരിക്കും പോയി കൊടുത്തത്. എന്റെ അടുത്ത് കൊണ്ടുവന്ന 2 ആളുകളും, ഒരാൾ എഞ്ചിനീയറും ഒരാൾ എഞ്ചിനീയർക്കാർ വലിയ ഡിഗ്രിയുള്ള ആളുകളാണ്. ഇത്തരം ആളുകളായിരിക്കും പോയി കൊടുത്തത്. ദീനൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു ആത്മീയത വേണം. അപ്പൊ ദീൻ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം കെളികളിൽ നമ്മൾ പോയി പെടും. ഇതൊക്കറിയോ? അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പൊതു മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസമല്ല ശരീഅത്തിലുള്ളത്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഒരു സൂഫിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹുവിൽ ലയിക്കലാണ്. അവരെ വാദം തന്നെ യഥാർത്ഥ ഈമാൻ സൂഫികളുടേത് മാത്രമാണ്. ഇവിടുത്തെ ആർക്കും തൗഹീദില്ല. സൂഫികളുടെ തൗഹീദ് എന്താ? നിങ്ങൾ ഒന്നാകൽ, വഹദ, ഏകീകരിച്ചു. നമ്മളെയും പറയുന്ന ഇബാദത്ത് മുഴുവൻ അല്ലാഹുവിൽ മാത്രം ഏകീകരിക്കൽ, അതാ തൗഹീദ്. ഇവരല്ല, ഇവര് പറഞ്ഞ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാകൽ, ഇത്തിഹാദ്, അതാണ് ഇവരുടെ തൗഹീദ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താർത്ഥം? അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഇതൊക്കെ ലോക്കൽ അർത്ഥം, സാധാരണക്കാരർത്ഥം. നിങ്ങൾ തരീഖത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അർത്ഥം മാറി. പിന്നെന്താ? ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമാക്കപ്പെടുന്നവരില്ല. 2ാം തരക്കാര്. കുറച്ചുകൂടി നിങ്ങൾ സൂഫിസത്തിൽ കുറെ പോയി ശേഖന്റെ ദിക്റും കൂടി വന്നാൽ പിന്നെ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നും ഇല്ല, ഉള്ളത് അല്ലാഹു മാത്രം, മറ്റതെല്ലാം മിഥ്യ. അപ്പൊ ഈ കാണുന്നതൊക്കെ, ഈ പള്ളി, ഈ മരം, ഈ മൈക്ക്, ഇതൊക്കെല്ലാം മിഥ്യയാണ്. അങ്ങനെ ഉള്ളത് അല്ലാഹു മാത്രം. ലാ മൗജൂദ ഇല്ലല്ലാഹ്. പിന്നെ തോന്നും എല്ലാ ദൈവത്തിന്റെ, അല്ലാഹുവിന്റെ പ്രകടന സ്ഥാനങ്ങൾ, അങ്ങനെ അവർ പറയാം, പ്രകടന സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഏതിനെ ആരാധിച്ചാലും യഥാർത്ഥത്തിൽ ആരെയാണ് ആരാധിക്കുന്നത്? അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇബ്നുൽ ഫാദിൽ, മൻസൂറുൽ ഹല്ലാജി, ഹല്ലാജിനൊക്കെ പ്രശംസിച്ചുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. ആരാ ഹല്ലാജ് എന്നറിയോ? ഹല്ലാജിനെ ഇസ്ലാമിക ഗവൺമെന്റ്, അന്നത്തെ മാലിക്കി മദ്ഹബിലെ ശരീഅത്ത് കോടതി ബഗ്ദാദിൽ കുരിശിൽ തറച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അത് അവരാ ആ കോടതിയിലെ മുഴുവൻ ജഡ്ജിമാരും ഏകണ്ഠമായ തീരുമാനമാണ്. ഇത് ഖാദി ഇയാദിന്റെ അക്തിഫ എന്ന ഗ്രന്ഥത്തിലുള്ളതാണ്. ആ ബഗ്ദാദിൽ ഭരണം നടത്തിയിരുന്ന മുഖ്തദില്ല എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ മാലിക്കി മദ്ഹബനുസരിച്ചുള്ള ശരീഅത്ത് കോടതിയും അവിടുത്തെ സുപ്രീം ജഡ്ജി അബൂബക്കർ മാലിക്കും എല്ലാവരും ഏകോപിച്ചു ഹല്ലാജിനെ കൊല്ലണം, കുരിശിൽ തനിക്ക് പരസ്യമായിട്ട് കൊല്ലണം. എന്താ കാരണം? അയാൾ ഞാൻ ദൈവമാണെന്ന് വാദിച്ചു, മാത്രമല്ല എന്നിൽ അള്ളാഹു ഇറങ്ങിയിട്ടുണ്ടെന്ന് വാദിച്ചു, ഞാൻ തന്നെയാകുന്നു അള്ളാഹു എന്ന് വാദിച്ചു. പ്രത്യക്ഷത്തിൽ അയാൾ ശരീരത്തെ മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നു. അയാളുടെ തൗബ സ്വീകരിച്ചില്ല. നമ്മുടെ നാട്ടിൽ മുഹ്യിദ്ദീൻ മാലയിൽ പറയുന്ന, അല്ലാതെ കൊല്ലുന്ന അന്നു ഞാനുണ്ടെങ്കിൽ അപ്പോഴേ അവർ കൈ പിടിപ്പൻ ഞാനെന്ന് അവർ, അല്ലാതെ കൊല്ലുന്നത് ഞാൻ ഉണ്ടായിരിക്കും, ഞാൻ കൈ പിടിക്കുമായിക്കോളും മുഹ്യിദ്ദീൻ ശേഖ് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ പേര് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് എഴുതിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അത് ശരിയായ അവതാരവാദമാണ്.
ലാഹൂത്ത് എന്ന ദൈവപ്രകൃതി നാസൂത്ത് എന്ന മനുഷ്യപ്രകൃതിയിൽ അവതരിച്ചു. അസ്സവാസീൻ എന്ന കൃതിയിൽ ഹല്ലാജ് പറയുന്നതാണ്, അനമൻ അഹ്വ വമൻ അഹ്വ അന നഹ്നു റൂഹാനി ഹലൽനാ ബദല ഫൈദാ അബ്സർതനി അബ്സർത വൈദാ അബ്സർതഹു അബ്സർതന. കേട്ടോ, ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നുവോ അത് ഞാൻ തന്നെയാണ്, എന്നെ ആരിഷ്ടപ്പെടുന്നു അവരും ഞാൻ തന്നെയാണ്. ഞങ്ങൾ രണ്ടും രണ്ടാത്മാവാണ്, പക്ഷെ ഒരു ശരീരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്നെ കണ്ടാൽ അവനെ കണ്ടു, അള്ളാനെ കണ്ടു, അള്ളാനെ കണ്ടാൽ ഞങ്ങൾ എന്നാളെയും കണ്ടു. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഇവിടെ പ്രചരിക്കുകയാണ്. ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഒരാളുണ്ടായി. ഈ ഇബ്നു അറബിയുള്ള അതേ വഹദത്തുൽ വുജൂദ് പ്രചരിപ്പിച്ചാലാണ്. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്കയിലും മറ്റൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് ഇയാളുടെ പുസ്തകത്തിനാണ്, ജലാലുദ്ദീൻ റൂമിയുടെ. ഇവിടെയുണ്ട് 150 മസ്നവിയുടെ കവിതകളാണ്. ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ അശ്ലീലവും കുഫറും മുഴുവൻ കുത്തി നടക്കലാണ്. അപ്പൊ പാശ്ചാത്യർക്ക് ഇഷ്ടമുള്ള ഇസ്ലാമാണ്. അതുകൊണ്ടാണ് സൂഫിസത്തെ അവരെല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സൂഫിസത്തല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി അല്ലേ? ഈ ആൾ ഇന്ത്യ സൂഫി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പോയിട്ട് മണിക്കൂറുകൾ ചെലവഴിച്ചു. എന്താ കാരണം? സൂഫികളെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാ പറയുന്നത്. ലോക സൂഫി സമ്മേളനം ചെച്ചിനിയയിൽ. ആരാ ചെച്ചിനിയയിലെ ആള്? ഭരണാധികാരി. കേട്ട അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് സുഹൃത്തുക്കളെ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂഫി ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്ലാമല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം ഇത് വികലമായ ഇസ്ലാമാണ്, ഇതിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന്. അതുകൊണ്ട് സൂഫി എന്നും സൂഫി വഴി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ബഹുമാന പരിസരം നോക്കുന്ന അത് ഒഴിവാക്കണം. അത് വലിയ അപകടമാണ്. ഇസ്ലാമിലുള്ളത് വിരക്ത ജീവിതം നല്ലതാണ്. ജുഹദ് എന്ന് പറയും. അതായത് ദുനിയാവിൽ നിന്ന് എല്ലാം ആസ്വദിക്കാനതിന് പകരം ആസ്വദിക്കൽ കുറച്ച് കുറയ്ക്കുക. അതുപോലെ തന്നെ ഹലാലുകളാണെങ്കിൽ പോലും മുഴുവനായും ആസ്വദിക്കാതിരിക്കുക. ഹറാമിലേക്ക് പോകുമെന്ന് പേടിച്ച് വറയ കാണിക്കുക. അങ്ങനെ ദുഹുദും വറയുമൊക്കെ ഇസ്ലാമിലുള്ളതാണ്. പക്ഷെ അതിന് സൂഫിസത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സലഫ് സാലിഹുകൾ എങ്ങനെ ജീവിച്ചുവോ, എങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുവാൻ നാം ശ്രമിച്ചിട്ടില്ലെങ്കിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഇതുപോലെയുള്ള പല തെളികളിലും നമ്മൾ പെട്ടുപോകും. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات آمين برحمتك يا